എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ആടിനൊക്കെ ഒന്ന് പാടത്ത് വിടാൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പാടത്തും കുളത്തിലൊക്കെ ആയിട്ട് ഒരുപാട് നല്ല കാഴ്ചകൾ, അതായത് നമ്മളെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവനെ പരിചയപ്പെടാം അല്ലേ. ഇവൻ്റെ പേര് ശങ്കുണ്ണി എന്നാണേ. നമ്മളെ വീട്ടിൽ ക്രോസിങ്ങിന് നിർത്തുന്ന ആടാണ് കേട്ടോ. ആള് വിചാരിക്കുന്ന പോലെ ഒന്നല്ല, കുറച്ചൊരു പ്രശ്നക്കാരനാണ്. അവനെ നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല ഇടി അവൻ്റെ അടുത്ത് നിന്ന് കിട്ടും കേട്ടോ. പിന്നെ ദേ ഈ കാണുന്നത് നമ്മളെ കുളമാണ് കേട്ടോ. ഇത്തവണ നമ്മൾ അതിൽ മീൻ ഇട്ടിട്ടില്ല. ഈ ഒരു ആഴ്ചയിൽ തന്നെ എന്തായാലും മീൻ ഇടണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ ഈ കാണുന്നൊരു പൂവ് എന്ന് പറയുന്നത് നമ്മൾ പീച്ചിങ് അല്ലേ, ആ പീച്ചിങ്ങേൻ്റെ പൂവാണ് കേട്ടോ. ഇതിപ്പം പൂവൊക്കെ കുറച്ച് കഴിഞ്ഞ് കായായാൽ പിന്നെ ഭയങ്കര രസമായിരിക്കും. നമുക്ക് കുളിക്കുമ്പോൾ ഒക്കെ മേത്തൊക്കെ തേക്കുന്ന സംഭവമില്ല, ആ കായ് ഉണ്ടാവുന്ന ചെടിയാണ് കേട്ടോ അത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മളെ കാർമേഘങ്ങളൊക്കെ ഇരുണ്ട് മൂടി കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചതുപ്പിലായിട്ട് നിറയെ താമര ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഓണത്തിൻ്റെ അന്നൊക്കെ ഫുള്ള് താമരയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് താമര പറിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ശങ്കുണ്ണീനെ മാത്രമല്ല കേട്ടോ ഇവിടെ പാടത്തേക്ക് മേയാൻ വേണ്ടി വിട്ടിരിക്കുന്നത്. ഇവിടെ കുറച്ചൊരു 3-4 ആടുകളെല്ലാം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി ആടുകളൊക്കെ ഉള്ളത് നമ്മളെ വേറൊരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ എന്ന് പറയാൻ നിറയെ പുല്ലുകളുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് പേരെ മാത്രമേ നമ്മൾ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. ഒരു ദിവസം വരെ കൊണ്ടുവന്നാൽ പിറ്റേ ദിവസം നമ്മൾ അവരെ ഇങ്ങോട്ടാക്കും. അങ്ങനെ മാറി മാറിയാണ് കേട്ടോ നമ്മൾ അവരെ ഇതാക്കുന്നത്. അവർക്ക് പക്ഷേ ഇവിടെ തന്നെ മേയാനാണ് ഇഷ്ടം. പിന്നെ അതാ ഇവിടെ ഒരു കടവുണ്ട് കേട്ടോ. ഇവിടെ അലക്കുകയും കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ നമ്മളെ കുളത്തിലായിട്ട് കുറച്ച് ആമ്പലകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ആമ്പലകളാണ് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഇതാ ഒരു പൂവ് ഇലേൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനെടുത്ത് പുറത്തേക്ക് വിട്ടു. സാധാരണ ഞാൻ ഈ ആമ്പൽപ്പൂക്കളൊന്നും പറിക്കാറില്ല. ആമ്പലാണെങ്കിലും താമരാണെങ്കിലും ഒന്നും ഞാൻ ഇതുവരെ പറിച്ചിട്ടേ ഇല്ല. കാരണം എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അതിൻ്റെ മുകളിലുള്ള ഭംഗി എന്ന് പറയുന്നത് പ്രത്യേകത തന്നെയാണല്ലോ. പക്ഷെ ഇന്ന് എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് കുറച്ച് പൂക്കൾ എൻ്റെ ശക്തിക്കൂട്ടിന് പറിച്ചിട്ട് കൊണ്ടുപോകണം തോന്നി. നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ മുഖമൊക്കെ ഒന്ന് നമ്മളെ വെള്ളത്തിൽ കഴുകിട്ടോ. ആഹാ, എന്താ സമാധാനം. പിന്നെ ഞാനിങ്ങനെ കുറേ വട്ടം ആലോചിച്ചു കേട്ടോ, നമ്മൾ പൂ പറിക്കണോ വേണ്ടിയെന്ന്. സാധാരണ വേറെ ആരെങ്കിലുമൊക്കെ വന്ന് അവരൊക്കെ പറിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ പറിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ആടിനെ പാടത്തേക്ക് വിടാൻ വന്ന സമയത്തൊക്കെ എൻ്റെ ശക്തികൂട്ടൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ. അപ്പോൾ പോകുമ്പോൾ അവന് കുറച്ച് പൂക്കളും പറിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാനിത് ആ ഒരു സൈഡിലുണ്ടായിരുന്ന ആമ്പൽപ്പൂക്കളും മൊത്തം പറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ വേഗം തന്നെ കരയ്ക്ക് കയറിട്ടോ. കരയ്ക്ക് കയറിയപ്പോഴേക്കും എൻ്റെ മനസ്സ് പിന്നെയും ഇതായി, കുറച്ച് താമരയും കൂടി പറിക്കണം എന്നായിട്ടോ എൻ്റെ ചിന്ത. അങ്ങനെ നമ്മൾ ഈ ആമ്പൽപ്പൂവും കയ്യിൽ വെച്ച് ഇനി അടുത്ത് താമര പറിക്കാൻ വേണ്ടി പോവുകയാണ്. താമരയാണെങ്കിൽ ഒരു വെറൈറ്റി താമരയാണ് കേട്ടോ ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. നിറയെ ഇതളുകളുള്ള താമരയാണ്. അതിൽ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിത് ഈ ഒരു മൊട്ട എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വലിയൊരു പൂവുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ പറിക്കാൻ തോന്നുന്നില്ല. പക്ഷെ എന്തായാലും 1-2 പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു പൂവും ഞാൻ പറിച്ചിട്ടുണ്ട്. പിന്നെ ആ മൊട്ടായിട്ട് നിൽക്കണ അതില്ലേ, ഇതും കൂടി ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ അത് നാളത്തേക്ക് വിടരുമായിരിക്കും. അങ്ങനെ ഇതാ നമ്മൾ പൂക്കളൊക്കെ പറിച്ചിട്ടുണ്ട്. പറിച്ച് കഴിഞ്ഞതാ എന്തൊരു ഭംഗിയാന്ന് നോക്കിലേ കാണാൻ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഈ പൂവും കൊണ്ടുവച്ച് പോകുമ്പോഴാണ് നമ്മളെ ശങ്കുണ്ണി വിചാരിക്കുന്നത് അവന് തിന്നാനുള്ള എന്തോ സംഭവമെന്ന് വിചാരിച്ചിട്ട് അവൻ വന്ന് മണത്തൊക്കെ നോക്കുകയാണ്. ഇനി പറയാൻ പറ്റില്ല, ചിലപ്പോൾ കടിച്ചാൽ പിന്നെ ഒന്നിനും പറ്റില്ലല്ലോ. അങ്ങനെ ഞാനെന്താ അവരുടെ അടുത്തൊക്കെ ഗുഡ് ബൈ പറഞ്ഞു പോവുകയാണ് കേട്ടോ. ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന് കെട്ടുമ്പോൾ ചില ആളുകളൊക്കെ നന്നായിട്ട് തിന്നുണ്ടാവും. ബാക്കിയുള്ളവർ കുറച്ച് നേരം വെയിലൊക്കെ കാഞ്ഞ് അവിടെ നിൽക്കുകയായിരിക്കേ. ഇത് നമ്മളെ ബ്ലാക്ക് ഷീപ്പാണ് കേട്ടോ. ആളൊരു പാവാണ് കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു പൂവിലൊരു കുഞ്ഞു പൂമ്പാറ്റിനെ കണ്ടോ അല്ലേ, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ ഈ പൂക്കളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ എൻ്റെ ശക്തിക്കുട്ടൻ എന്നെയും കാത്ത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ശക്തി ഓടിവാന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ ഓടി വന്ന് നമ്മളെ പൂക്കളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ മുഖത്തുണ്ടായ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ അവനും ഹാപ്പി, ഞാനും ഹാപ്പി. നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്